ഹായ് പ്രവീൺ. ഹായ്. ഓറൊക്കെയാലോ? ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഒരു ഗോവയിൽ പോണ ഫീലാലോ? അയ്യോ എന്ത് കത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മളെ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഗോവയിൽ പോണ ഫീലാലോ? ഗോവയിൽ പോന്നു പോയില്ല. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്ന അറിയാലോ, അതുകൊണ്ട് ഒരു വൃത്തിക്ക് മെനക്കും വന്നേക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്താണ് ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നോ? അത് കഴിഞ്ഞിട്ട് ഇല്ല, എനിക്ക് വലിയ മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ കാണും, കുറച്ചൊക്കെ കാണും. അല്ലാണ്ട് ഫുൾ ടൈം കുത്തിയിരുന്ന് പോകുന്നതിന് മുമ്പ് കണ്ട പോലെ ലൈവൊക്കെ കുത്തിയിരുന്ന് കാണുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അത് പിന്നെ ഇറങ്ങിയപ്പോ നമുക്ക് ഉള്ള ഒരു മൂഡങ്ങ് പോയല്ല, ഒരു വിഷമം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് വിട്ട്. നല്ല മൂടാ. നല്ല മൂടാ. അല്ല ബിഗ് ബോസിൽ നല്ല മൂടാണ്. നല്ല മൂടല്ലേ? അത് നല്ല മൂടായിട്ട് പോട്ടെ. നല്ല ഭയങ്കര ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ. ലവ് ട്രാക്ക് ആണോ അത്? ലവ് ട്രാക്ക് ആണോ അറിയില്ല. ചെന്ന് നോക്കാം. ചെന്ന് നോക്കിട്ട് നമുക്ക് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ ബ്രോ. അവരിപ്പോ ചിലപ്പോ ഓരോരുത്തർക്ക് ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമല്ല എന്ന് പറയും. ഇതൊക്കെ ലോകത്ത് എല്ലാവർക്കും നടക്കുന്നതല്ലേ. അതൊക്കെ സ്വാഭാവികം. അത് ഒന്നുകില് പിന്നെ എന്താ പറയാ, അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും ചോദിച്ചതായിരിക്കാം. പേഴ്സണൽ കാര്യമല്ലേ, നമ്മളതിൽ ഇടപെടാൻ നമ്മൾ ആരുമല്ല. അനീഷിന് വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചോദിച്ചെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അറിയില്ല, അവരെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. ചിലപ്പോൾ ജെന്യൂനായിട്ട് പറഞ്ഞായിരിക്കാം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ടോ? അനീഷിനെ പോലത്തെ ഒരു പ്ലെയർക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ടോ? ഈ ബിഗ് ബോസിൽ ഇപ്പോ ഗെയിമൊക്കെ കാണാറുണ്ടോ? ഓ എല്ലാം കാണാറുണ്ട്, ഇപ്പൊ കാണാറുണ്ട്. എന്താണ് ടോപ്പ് 3 എനിക്ക് തോന്നുന്നു അനുമോൾ, അനീഷ്, ഷാനവാസ്. അത് ഉറപ്പായിട്ടും അതൊരു നമുക്ക് കാണിക്കണം. എല്ലാവരും രാവിലെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും എല്ലാം കാണാറുണ്ട്. ഗെയിമർ ഇപ്പോ അവിടെ ഒരു നന്നായിട്ട് ഇപ്പൊ കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫൈനലിൽ ഇപ്പൊ നിൽക്കുന്നത് എല്ലാവരും ഡിസേർവിംഗ് ആയിട്ടുള്ളവരാ. പക്ഷെ എനിക്ക് അനുവിന്റെ അനീഷിന്റെ ഒരു ലവ് ട്രാക്ക് ഇട്ടില്ലേ, ആ കോണ്ടന്റ് എനിക്ക് അത്യാവശ്യം അത് അത്യാവശ്യം കയറി വന്നില്ലേ. അപ്പൊ അവർക്ക് മനസ്സിലായി, കാരണം ഫിനാലെ വീക്കാണ്, എന്തെങ്കിലും കൊടുക്കണമല്ലോ, ഒരു കോണ്ടന്റ് വരണം എന്നുള്ള രീതി ചെയ്തായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ല അതൊരു അവർക്ക് മാത്രം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതല്ലേ ഒരു ഗെയിമറിന് വേണ്ടത്. സ്വന്തം വോട്ട് കിട്ടാൻ വേണ്ടി എന്താ കാണിക്കുക, അതെല്ലാം കാണിക്കുക. അതാണ് അവർ ചെയ്തത്. ഓ ഡെഫിനറ്റ്ലി. കാരണം അവിടെ എല്ലാവരും പോകുന്നത് കോണ്ടന്റ് വരണം, വോട്ട് കൂടുതൽ കിട്ടണം. അവർക്ക് തോന്നിക്കാണും അങ്ങനെ ഒരു കോണ്ടന്റ് വരണം എന്ന് അനീഷ് തോന്നിക്കാണും, അങ്ങനെ വന്നതായിരിക്കും. ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി താങ്ക് യു. ചേട്ടാ ഈ അനുമോളുടെ ഗെയിമൊക്കെ ഭയങ്കര എല്ലാരും ഡിസേർവ്ഡ് ആണ്. അപ്പൊ പിന്നെ ആര് കപ്പടിച്ച് കഴിഞ്ഞാലും നമ്മൾ ഔട്ടായല്ല. ഇനിയിപ്പോ ആര് കപ്പടിച്ച് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കൂടുതൽ പ്രതീക്ഷ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ സാധാരണ എല്ലാ ബിഗ് ബോസിലും നമുക്കൊരു 19 ദിവസം കഴിയുമ്പോൾ തന്നെ ഇന്ന ആളാടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അവിടെയുള്ളവർ ഓരോരുത്തരും ഒന്നിനൊന്നും മെച്ചമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആര്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആര്യൻ കപ്പടിക്കുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആര്യൻ ഔട്ടായി പോയി, എവിക്റ്റ് ആയി പോയി. പക്ഷെ ഇനിയുള്ളതിൽ ആരായിരിക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും പുറത്തായത് ഈ അനുമോളുടെ പിയർ വർക്കുണ്ടായിരുന്ന ഒരു റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. റൂമേഴ്സാ? ആ പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, റൂമേഴ്സ് ഉണ്ടല്ലോ. റൂമേഴ്സ് തന്നെയാണ് എല്ലാം റൂമേഴ്സ് തന്നെ ആയിട്ട് പോകും. പിന്നെ അത് ഇല്ലെന്നാണ് പറയണത്. അല്ല, തീർച്ചയായും ഈ പറയുന്ന PR വർക്ക് അതിന്റെ പുറകിലുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു. PR വർക്ക് ഉണ്ട്, തീർച്ചയായും. PR വർക്ക് എന്ന് പറയുമ്പോൾ അനുമോളാണ് PR. എന്താ സംഭവിക്കുന്നത് അറിയോ? സാധാരണഗതിയിൽ നമ്മൾ ഈ PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവരെ ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോന്നും എന്താ പറയാ കട്ട് ചെയ്തിടുക, ഇതൊക്കെ അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതൊക്കെ. അല്ലാത്ത ലെവലിലുള്ള PR വർക്കുകളാണ് നമ്മളെപ്പോലെ ആത്മാർത്ഥമായിട്ട് അവിടെ പോയി നിന്ന് ആത്മാർത്ഥമായി ഗെയിം കളിച്ചിട്ട് ഉള്ളവരെ പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ കരിയറിൽ മണ്ണ് വാരി ഇട്ടുകൊണ്ട് ചെയ്യുന്ന PR വർക്കിനോട് എനിക്ക് പുച്ഛം മാത്രം.
ഏഷ്യാനെറ്റ് പോലത്തെ ചാനലിന് അത്രയും വലിയൊരു ഷോയില് PR ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. PR വേണം. PR ഇല്ലാണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഈ പൈസ ഇല്ലാത്ത ആൾക്കാർ അതന്നെ അതാ പറയുന്നത്. നമ്മളെ പോലെയുള്ളവര് പെട്ടു. നമ്മൾ വിചാരിക്കും PR അല്ല, നമുക്ക് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമുക്ക് അവിടെ പിന്നെ ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് കിട്ടും, ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പോകുന്നവർ മണ്ടന്മാരാണ്. തീർച്ചയായും ഞാൻ മണ്ടൻ ആയിരുന്നു ഞാൻ. അടുത്ത ഓഡീഷനിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എത്ര കോടി ആസ്തി വേണം ഇനിയിപ്പോ? ഓടി അല്ല ഒരു 16 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് ഈ പണ്ട് പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ MBBS-നും പിന്നെ ഇതിനൊക്കെ സീറ്റ് എടുക്കാൻ വേണ്ടിയേ നോർമലായിട്ട് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഒരു 5 ലക്ഷം 10 ലക്ഷം 25 ലക്ഷം. ഇപ്പൊ എത്ര കോടി വേണം ഒരു MBBS സീറ്റ് കിട്ടാൻ? അതേപോലെ തന്നെ ബിഗ് ബോസിലും ഇനി മുതൽ കോടികൾ കൊണ്ടുപോയാൽ മാത്രം ബിഗ് ബോസ് കയറണമെങ്കിൽ പൈസ കൊടുക്കേണ്ട അതിന്റെ ഒന്നും സാധ്യത എന്ന് വെച്ചാൽ അതിന് ഞാൻ ഒരിക്കലും പറയില്ല. എന്ന് വെച്ചാൽ ഒരു തരത്തിലും സ്ക്രിപ്റ്റഡ് അല്ല, ഒരു തരത്തിലും വേറൊരാളുടെ ഇൻഫ്ലുവൻസ് അവിടെ ഏക്കില്ല. അതും ഷുവർ, 100% ഷുവർ. ഒരു ഇൻഫ്ലുവൻസ്, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ സീസണിലെ ഞാൻ കയറേണ്ടതായിരുന്നു. ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പിന്നെ കയറാൻ പറ്റൂല. അല്ലാണ്ട് പൈസ കൊടുത്തിട്ടൊന്നും അതൊന്നും ഏഷ്യാനെറ്റിന് നടക്കുന്ന പരിപാടിയില്ല. ഏഷ്യാനെറ്റ് മാത്രമല്ലോ എന്റെ മോൾ അതിന് ഈ പറയുന്ന എത്ര പേര് കൂടിയിട്ടുള്ളതെന്നറിയാം, പല സ്ഥലത്തു നിന്നുള്ളതല്ലേ. അപ്പൊ ഒരിക്കലും അല്ല. അത് പോയ ഒരു കണ്ടസ്റ്റന്റ് പോലും സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയില്ലല്ലോ, ഒരാൾ പോലും പറയില്ല. അത് സ്ക്രിപ്റ്റഡേ അല്ല. അതൊരു തീച്ചുളയാണ്. അതിൽ കയറി അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എനിക്കാ ഇപ്പൊ എന്തോന്നാ അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കയറുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ആര്യൻ. പക്ഷെ എനിക്ക് കയറി കഴിഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് ആര്യൻ. നല്ലൊരു ഗെയിമർ ആയിരുന്നു ആര്യൻ. ഡിസേർവ്ഡ് ആയിരുന്നു വിന്നർ ആവാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ ഉള്ളത് ഔട്ടായി പോയി. പക്ഷെ ഇപ്പൊ ഉള്ളതില് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും പിന്നെ ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഇനിയുള്ള 5 പേരും, ആ ഫൈനലിൽ 5 പേരിൽ വരുന്ന 5 പേരും ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആരെങ്കിലും അടിക്കട്ടെ, ആരടിച്ചാലും നമുക്ക് അതെ അതെ അതെ. ഈ കഴിഞ്ഞ പ്രാവശ്യം PR വർക്ക് കൊണ്ടാണ് വിന്നറായത് ഒരു വ്യക്തി. ഈ പ്രാവശ്യം PR വർക്ക് കൊണ്ട് വിന്നർ ആവാൻ സാധ്യതയുണ്ട്, വളരെയധികം. അപ്പൊ നമുക്കിനിപ്പോ ബിഗ് ബോസിൽ ഇപ്പൊ അടുത്ത പ്രാവശ്യം പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ PR നല്ലതാണെങ്കിൽ അവർക്ക് വിന്നർ ആവാന്നാണോ? PR നല്ലതാണെങ്കിൽ വിന്നർ ആവാൻ പറ്റും. PR ഇല്ലാണ്ട് വിന്നർ എന്ന് കൊടുക്കണം. അല്ലാണ്ട് വെറുതെ അല്ല, വേറൊന്നുണ്ട്. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറെ ആള് ഇല്ലേ. അപ്പം അതും PR-ന്റെ കളികൾ തന്നെയാണ്. എന്ന് വെച്ചാല് ഇങ്ങനെ കുറച്ച് എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ളവരെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഭീഷണിയാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് പുറത്താക്കിയിട്ട് ബാക്കി ഒന്നും ചെയ്യാത്തവർ, അവരെ കൊണ്ട് ഉപദ്രവമില്ല, ഇവരെ കൊണ്ട് ശല്യമില്ല, ഇവർക്ക് എതിരല്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. മസ്താനിയുടെ മസ്താനി വന്നു കഴിഞ്ഞാൽ നമ്മള് പോയേക്കാം. ഇല്ല, മസ്താനി എയറിലാണ്. ഇല്ലപ്പാ, അതൊക്കെ ഒന്നെന്താ അറിയോ, ഒന്ന് ഈ തെറ്റിദ്ധരിക്കുന്നതാണ്. ഒന്ന് നമ്മള് ഓരോരുത്തരും ഓരോ ഗെയിം സ്ട്രാറ്റജി കൊണ്ട് ഇവിടെ ലൈറ്റ് അടിക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് ഗെയിം സ്ട്രാറ്റജി ഓരോന്ന് ചിലരെ പൊളിഞ്ഞു പോകുന്ന അത്രേ ഉള്ളൂ. ഓരോരുത്തർ ഗെയിം സ്ട്രാറ്റജി ഡ്രസ് വേണ്ടേ, ഡ്രസ് അത്രേ ഉള്ളൂ. അന്ന് കൊണ്ടുപോയില്ല ഡ്രസ് ഇടാൻ പറ്റിയ അന്ന് കൊണ്ടുപോയത് കുറെ തന്നിട്ടില്ല. ആദ്യം തിരിച്ചു തന്നു. പിന്നെ വന്ന പാർസലുകൾ ഉണ്ടായിരുന്നു, ആ പാർസലൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു. അത്ര ചേട്ടാ, ഈ സീസൺ പറയുമ്പോ ആ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും സംസാരിക്കുന്നത് PR എന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പം ഈ സീസൺ PR-ൽ ഒതുങ്ങിപ്പോയെന്ന് ചേട്ടന് തോന്നുന്നു? ഏറെക്കുറെ PR-ൽ ഒതുങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ PR-ന്റെ ഇൻഫ്ലുവൻസ് പലരെയും പുറത്താക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവരും പുറത്തിറങ്ങി എല്ലാവരും പറയും, ഞാൻ PR ഉള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തായത്, ഞാൻ വേറുള്ളതുകൊണ്ട്. അങ്ങനെ മാത്രമല്ല, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരി തന്നെയാണ്. കുറെയൊക്കെ PR-ന്റെ കളികൾ കൊണ്ട് പുറത്തായിട്ടുള്ള നിർഭാഗ്യവാന്മാർ കുറെ പേരുണ്ട്. ആ നിർഭാഗ്യവാനിൽ ഒരാളാണ് ഞാൻ. ചേട്ടൻ അപ്പൊ അന്ന് പറയണ്ടേ ആരാണ് എന്റെ ഇതിൽ കളിച്ചതെന്ന് ഞാൻ പറയണ്ടേ? ചേട്ടൻ ഇപ്പൊ പറയുന്നില്ല. ഞാനൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. ഇന്റർവ്യൂ എന്തോന്നാണ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുത്തിട്ടില്ല. ഇനി അത് പറയാൻ അയാള് ഇപ്പോഴും ബിഗ് ബോസിലുണ്ടോ? അയാള് ചേട്ടനെതിരെ കളിച്ചു? ഉണ്ട്. അയാള് വിന്നറാവുന്ന ചേട്ടൻ തോന്നുന്നുണ്ടോ?
സാധ്യതയുണ്ട്. അനുമോളാണോ അയാള്? ഞാൻ വിന്നറായി കഴിയുമ്പോ ഞാൻ പറയും, വിന്നറായി കഴിയുമ്പോൾ പറയും. ഇപ്പൊ ഞാൻ ഏതായാലും കയറാൻ പോവല്ലേ, അപ്പൊ വിന്നർ ആവട്ടെ. അവര് വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ പറയാനുള്ള 10 കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയും. അന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അനു, ഷാനവാസ്, അനീഷ്. ഇല്ല, അക്ബർ ടോപ്പ് 3 വരെ ഒന്നും തോന്നുന്നു. ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം എത്രയോ പേര് ഈ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തില്ലേ? കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റിനെ ഔട്ടാക്കാൻ വേണ്ടി വേറൊരു ഏറ്റവും വീക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ്. അതിപ്പോ ഞാൻ പറഞ്ഞില്ല തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിപ്പോ ഞാനായിട്ട് പറയണ്ട. അത് താങ്കൾക്കും ബാധിക്കപ്പെട്ടു? ഡെഫിനറ്റ്ലി എനിക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ അതൊന്നും എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ PR വർക്ക് ബിഗ് ബോസ് വിന്നറാക്കോ? PR വർക്കേഴ്സ് ആക്കും. ഏറ്റവും നല്ല PR ചെയ്യുന്നത് അനുമോളുടെ PR വർക്ക്. അല്ല, അപ്പൊ ഞാൻ ഈ കണ്ടസ്റ്റൻസ് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ PR വർക്ക്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ പോയ എല്ലാ കണ്ടസ്റ്റൻസും കൂടി. നിങ്ങൾക്ക് ഉണ്ടായിരുന്നു PR വർക്ക്? എനിക്ക് PR ഉണ്ട്. ചേട്ടനില്ലെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് PR അല്ല, എന്റെ PR ഞാൻ പറയാം. ഞാൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോ എന്റെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഉദ്ദേശമില്ല. കാരണം വെച്ചാല് ഒരാളുടെ ഇപ്പൊ നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിട്ട് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ. പിന്നെ ബ്രോ, അത്രയും പൈസ കൊടുക്കാനൊന്നും എന്റെ ഇല്ല. അത്രയൊന്നും കൊടുക്കാൻ എന്റെ ഞാൻ വെറും പാവമായിട്ട്. ഈ 16 ലക്ഷം എന്നൊക്കെയുള്ള കണക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എനിക്കറിയത്തില്ല. ഞാൻ 16 ലക്ഷം അവള് തന്നെ പറഞ്ഞല്ലേ പറയുന്നത്, പിന്നെ അല്ലേ? അതെ, എനിക്കറിയത്തില്ല. ബിന്നി അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ പറഞ്ഞല്ലോ, ഇന്നലെ പോയ മത്സരത്തിന് പറഞ്ഞിട്ടുണ്ട് ശൈത്യ, അതുപോലെ പക്ഷെ എന്നോട് പറഞ്ഞില്ല. അപ്പൊ പിന്നെ എനിക്കറിയത്തില്ല. ഒന്നെന്താ അറിയോ, നമ്മൾ ഈ പുറത്തായതിനു ശേഷം അത് അങ്ങനെയാണ്, അത് ഈ കാരണം കൊണ്ടാണ് നമ്മൾ പുറത്തായ, അത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. അവിടെ ഡിസർവിങ് ആയിട്ടുള്ളവർ അവിടെ നിൽക്കുന്നു, ഡിസർവിങ് അല്ലാത്തവർ അല്ലെങ്കിൽ വോട്ട് കിട്ടാത്തവർ പുറത്താവുന്നു. അല്ലാണ്ട് അവിടെ ഈ ഏഷ്യാനെറ്റിലോ അവിടെയൊന്നും ഒരു ഇൻഫ്ലുവൻസും നടക്കില്ല. ഇന്നയാളെ പുറത്താക്കണം വേണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെ പുറത്താക്കാൻ പറ്റില്ല. അവർ കറക്റ്റായിട്ട് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. പക്ഷെ ഈ വോട്ടിംഗ് വരുന്നതിന് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത് ഒരാളെ അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് ടീമിനെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെയോ ഈ പറയുന്ന എൻ്റെ മോൾ ഷൈനെയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അവർ പറയുന്നത് ഇത്ര വോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ഞാൻ ഔട്ടാവുന്നതിന്റെ ഒരു ദിവസം മുമ്പ് വരെ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച അല്ലടാ, എൻ്റെ മുമ്പ് വരെ ഞാൻ 5-ാം സ്ഥാനത്ത് 6-ാം സ്ഥാനത്ത് അങ്ങാറ്റായിരുന്നു ഉണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷം ഇത് മൊത്തം മറന്നിട്ട് അടിയിലുള്ള ആൾ ഒറ്റയടിക്കാൻ കയറി. ഇതെങ്ങനെ കയറി? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ക്രോസ് വോട്ടിംഗ് ശരിക്കും നടക്കുന്നുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ, എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ആ കണ്ടസ്റ്റന്റിനെതിരെ സംസാരിക്കുന്ന വേറൊരു കണ്ടസ്റ്റന്റ് നോമിനേഷന് വന്നിട്ടുണ്ട്. അപ്പൊ അവനെ ഔട്ടാക്കണം. എന്നിട്ട് അതിനുവേണ്ടി ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്ക് ഞാൻ കുറെ വോട്ട് കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ സാബുമോൻ ഇത്രയും കാലം അവിടെ നിന്നെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതിനൊന്നും പറയട്ടെ. ഞാനിത് പലവട്ടം പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. പക്ഷെ സാബുമോൻ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ്. ആള് നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല ക്യാരക്ടറാണ്, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് വീട്ടില്. പക്ഷെ ഇതുപോലെ ഒരു ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ട് ആൾക്കാർ. ഡെഫിനറ്റ്ലി എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. ആൾക്കാർ അല്ലേ, വീടിനകത്തുണ്ടായിരുന്ന ആളല്ലേ, ഞാൻ അങ്ങനെ എവിക്റ്റ് ആവേണ്ട ആളാണ്. ഒരിക്കലും പ്രവീണിനെ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. സത്യമായിട്ട് നമ്മള് പ്രവീണ് പോയപ്പോ എല്ലാരും ഞെട്ടിയേ. എനിക്കൊന്ന് ആ സമയത്താണ് അൺഫെയർ എവിക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഫസ്റ്റ് ഇരയാണ്. അതിന്റെ ഫസ്റ്റ് ഇരയാണ്. ഇനിയിപ്പോ ബിഗ് ബോസിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കാം? ഉപദേശം, ലോൺ എടുത്തിട്ടാണെങ്കിലും PR കൊടുത്തിട്ട് പോകണം. അത് നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം അനുമോള് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, അതാ നിങ്ങൾ ഈ അനുമോളെ മാത്രം ഫോക്കസ് ചെയ്യണ്ട. ആ പിടിക്കുന്ന എല്ലാവരും ഓൾമോസ്റ്റ് കുറെ പേര് ഇപ്പൊ ഈ ഔട്ടായ ആരിനടക്കം എല്ലാവർക്കും PR ഉണ്ട്. ഈ PRന് പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഈ അനുമോളുടെ കാര്യത്തിലാണല്ലോ കൂടുതൽ ഇങ്ങനെ വിവാദം. അല്ല, ഞാൻ പറയാം, ഇപ്പൊ ഈ കാര്യം ആർക്കും അറിയില്ല, എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ പറയുമ്പോൾ ആൾക്കാർ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഈ പറയുന്ന PRന്റെ. എല്ലാവരും പറയുന്നു എനിക്ക് PR ഒന്നുമില്ല. ഈ കഴിഞ്ഞ സീസണിലും പോയിട്ട് വന്ന കുറെ പേര് പറയുന്നുണ്ട് എനിക്ക് PR ഒന്നുമില്ല, എനിക്ക് PR ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ എത്ര പൈസ കൊടുക്കുന്നു വെച്ചിരിക്കും. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രഹസ്യമായിട്ടുള്ള കാര്യമല്ല. ആ പൈസ എത്ര മുടക്കുന്നു അല്ലെങ്കിൽ എത്ര അവർ ഓഫർ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ഇത് നമുക്കറിയില്ലോ. ഇത്ര 16 ലക്ഷം കൊടുത്തോ ഇല്ലയോ. അത് ചിലപ്പോ അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല കേട്ടോ. എനിക്കറിയത്തില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആരായിരുന്നു ബിന്നിയല്ലേ പറഞ്ഞേ? ബിന്നി പറഞ്ഞ പോലെ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ലൈവിൽ വല്ലതും വന്നായിരുന്നു അവള് പറയുന്നത്? ഇല്ല അല്ല അവള് പിന്നെ സാധാരണ പറയുന്ന സമയത്ത് മൈക്കത്ത് കൂരി വെക്കാറാണ് പതിവ്. അത് പറഞ്ഞത് പിന്നെ ഈശൻ ചേട്ടന്റെ ഒരു പ്രഡിക്ഷനില് ബിഗ് ബോസിലെ വിന്നർ ഈ പ്രാവശ്യത്തെ സീസൺ 8 വിന്നർ ആയിരുന്നു. അത് നമുക്ക് 9-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. എന്നാലും ഒരു ഇതുണ്ടാവുമല്ല. ഇല്ല, ഇഷ്ടം ആര് വിന്നർ ആവണം ഇഷ്ടം. എനിക്ക് ഇഷ്ടം ആരും വിന്നർ ആവണം. ആരും പുറത്തുപോയില്ലേ? ആരും ഇനിയിപ്പോ ആര് വിന്നർ ആയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആരും ആക്ച്വലി എനിക്ക് ആര് winner ആയാലും ഒന്നാമത് ഇപ്പൊ ഈ പറയുന്ന ഷാനവാസ് പിന്നെ അനുമോള് ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. നമ്മളൊക്കെ ഈ അവിടെ പോകുന്നതിന് മുമ്പേ തന്നെ ഓരോ ഷോയിലും നമ്മൾ ഓരോ സീരിയലിലും ഒന്നിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. എന്റെ നല്ല സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. അപ്പം ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു ഷാനവാസിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ ഷാനവാസ് ആ കാണുന്ന ഷാനവാസ് അല്ല എന്ന് ഞാൻ പറഞ്ഞ സത്യം. അത് ഞാൻ ഇപ്പോഴും മാറ്റി പറയുന്നില്ല. ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റൂ എന്ന് വെച്ചിട്ട് ഇപ്പൊ ഷാനവാസ് എന്റെ ശത്രുവാണോ? അല്ല. ഷാനവാസിന് ഒരു വെള്ളിയാഴ്ച ദിവസം പിന്നെ രാവിലെ എല്ലാവരും എഴുന്നേക്കാൻ ലേറ്റ് ആവും. രാവിലെ എഴുന്നേറ്റിട്ട് ഇവന് മരുന്ന് കഴിക്കണ്ടേ, ഗുളി കഴിക്കണ്ടേ, ഞാനാണ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. വേറെ ആരും എഴുതി. അപ്പം എന്റെ സുഹൃത്തിനെ നമ്മൾ കെയർ ചെയ്യും. പക്ഷെ ഗെയിം ആസ് എ ഗെയിം വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തു വരും. അത് പുറമേ കാണുന്ന ഇവ എന്താണ് കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനാന്ന് വെച്ചിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പാടില്ലേ? ഇന്നലെ ഇട്ട റീലിന്റെ താഴെ കുറെ കമന്റ് ഉണ്ടായിരുന്നു. അതെ, അതിനുള്ള മറുപടിയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. അടിപൊളിയായിട്ട് പോയിട്ട് താങ്ക് യു സോ മച്ച്. അവിടെ ചെന്ന് ആരെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ചെന്നാ ഇനി എന്ത് ടാർഗറ്റ് ചെയ്യാനോ? ലാസ്റ്റ് വൈരാഗ്യം ഉണ്ടാവില്ലേ? ഞാൻ ഒരു കാര്യം ഗെയിം ഷോ അല്ല, ഇതിനകത്ത് ഈ വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ മണ്ടന്മാര്. കാരണം ആ വീടിനകത്ത് പോയി നമ്മൾ ഗെയിം കളിച്ചിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഓരോരുത്തർക്ക് ചിലര് ജീവിതത്തിൽ തേച്ചാലും മായ്ച്ചാലും മായാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ട് പുറത്തിറങ്ങുന്നവരുണ്ടാവും. എന്നെ സംബന്ധിച്ചിട്ടും പ്രവീണിനെ സംബന്ധിച്ചിട്ടും ഒരാളുടെ പോലും വെറുപ്പ് സമ്പാദിക്കാതെ പുറത്തിറങ്ങി എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഉണ്ട്. ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മള് ഇനിയിപ്പം ഈ പോയിട്ട് ഒരു 3 ദിവസം കൊണ്ട് നമ്മള് ഇവരെ വെറുപ്പ് നേടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വെറുപ്പിക്കാനൊന്നുമില്ല. എന്റർടൈൻമെന്റ് കുറച്ച് ചിരിച്ച് കളിച്ച് എന്റർടൈൻമെന്റ് ആക്കിയിട്ട് വരാം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ പ്രൊമോല് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ട് കയറിയാന്ന് കാണിക്കുന്നത്. അതും ഒരു ഇതല്ലേ? എനിക്ക് പിന്നെ കയറിയിരിക്കുന്ന ഓരോരുത്തർ എഡിക്റ്റ് ആയി പോയേക്കുന്ന രീതിയിൽ തന്നെ തിരിച്ചു. അതെ, ഇനിയിപ്പോ കുറച്ച് പേര് കയറാൻ പോകുന്നത് മാസ്ക് വെക്കോ? അല്ല, എനിക്ക് തോന്നുന്നു ഓരോരുത്തരെ വിറ്റായ രീതിയിലായിരിക്കും അവരെ കയറ്റുന്നുണ്ടാവുക. അപ്പൊ എന്നെ കിച്ചൺ വഴി കയറ്റേണ്ടി വരും. എന്നോട് അങ്ങനല്ല പറഞ്ഞത്. അടുത്ത ആഴ്ച നീ എന്ത് ചെയ്യും കിച്ചണിൽ ചോദിച്ചു. ഈ അടുത്ത ആഴ്ച നീ ഒന്നും ചെയ്യണ്ട, ഇറങ്ങിക്കോളാം. എന്തെങ്കിലും പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? പ്ലാൻ ഒന്നും അറിയത്തില്ല. പിന്നെ പൊളിക്കണ്ടേ നമുക്ക്? പോട്ടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഇപ്പൊ നിങ്ങൾ അടുത്ത ബിഗ് ബോസ് മറ്റേ തമിഴോ നല്ല ഊള ക്യാപ്ഷൻ ഇട്ടിട്ട് അങ്ങനത്തെ ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഇതൊന്ന് കഴിയട്ടല്ലേ? കാരണം ജിസയില് ഹിന്ദിന്നല്ലേ മലയാളത്തിലൊന്ന്. ഞാൻ പോവും. ഞാൻ തമിഴ്, കന്നഡ, തെലുങ്ക് ഇതിലേതെങ്കിലും ഒരു ചൈത്രയാത്ര പാൻ ഇന്ത്യൻ ബിഗ് ബോസ് സ്റ്റാർ. നിന്നെ പോലെയല്ല, എനിക്ക് ഭാഷ മുഴുവൻ അറിയാം. എനിക്ക് കന്നഡയും തെലുങ്കും തമിഴൊക്കെ അറിയുന്നതാണ്. കണ്ണാടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബിഗ് ബോസ് കയറി കഴിഞ്ഞാലേ ഇവരോട് ആരോടും ചോദിക്കുക, അനുമോളോടോ അല്ലെങ്കിൽ അനീഷിനോടോ ചോദിക്കുക എങ്ങനെ ഇത് കണക്ട് ആയി എന്നുള്ളത്. രണ്ടുപേരും ഏത് പ്രണയത്തിന്റെ പക്ഷെ അത് കണക്ട് ആവാൻ വേറൊരു കാര്യമുണ്ട്. അത് അനീഷല്ലേ പറഞ്ഞത്. അപ്പൊ അത് അനീഷിനോടാ ചോദിക്കണം. അനുമോളോട് ചോദിക്കേണ്ട കാര്യമുണ്ടെന്നല്ല. അനുമോളോട് അനീഷിനോട് ചോദിക്കേണ്ട കാര്യം. അത് വേറെ കോണ്ടന്റിനാണ് ഇവരൊക്കെ നമ്മൾ ആവശ്യം. നമുക്ക് നമ്മളെ പണിയില്ല അവിടെ. ട്രാക്കിലേക്ക് കൊണ്ടുവന്നുണ്ടായിരുന്നു ആരെങ്കിലും. എന്നിട്ട് വേണം എന്റെ കൂടെ ഉള്ള പറഞ്ഞിട്ടാ വിട്ടത്. മാറി നിന്നോളാം. ഒരു കൈ അല്ലെങ്കിൽ ആ കൈ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഒന്ന് നമ്മള് ഒരു ജീവിത പരാജയം കഴിഞ്ഞിട്ട് വേറൊരു നല്ല ജീവിതത്തിലോട്ട് പോകുന്ന ഒരു സമയമാണ്. എന്തിനാണ് നമ്മളായിട്ട് അത് കൊണ്ടുപോയി കളയുന്നത്? അല്ലെങ്കിലും അവിടെ ലവ് ചെയ്യാൻ വേണ്ടി ഒരാളടുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ആകർഷണം ആരടുക്കും നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്ന എല്ലാരും നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള വൈഫിന് അത്രയും ബിഗ് ബോസ് ആരില്ല. വൈഫിന് അത്രയും നല്ല ഇതായിരുന്നു ചെയ്യണല്ലോ. അത് എന്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു. ആ ഡ്രീം അവക്ക് അത്രയും അറിയാം. ഞാൻ അതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനുവേണ്ടി ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ഒക്കെ അവക്ക് അറിയുന്ന കാര്യമാണ്. അവൻ പിന്നെ അവള് മരിച്ച് കൂടെ നിൽക്കും. അത് ഇത് മാത്രമല്ല, ജീവിതകാലത്ത് മുഴുവൻ കൂടെ നിൽക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ബിഗ് ബോസിൽ പോയിട്ട് ശേഷം ലൈഫിൽ എന്താ ചേഞ്ചസ് ഉണ്ടായി? എനിക്ക് സാധാരണ പോലെ തന്നെ
ഓൾറെഡി സെലിബ്രിറ്റീസ് അല്ലായിരുന്നു. കുറച്ചും കൂടി ഒരു ഇത് കൂടി ആക്സെപ്റ്റൻസും അല്ലെ കുറച്ച് ഇത് കൂടിയിട്ടുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കിയൊക്കെ സെയിം തന്നെ, നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉദാഹരണം കാര്യങ്ങൾ. പ്രവീണാണെങ്കിലോ? ഞാൻ ഇൻഫ്ലുവൻസർ മാത്രമായിരുന്നു, പക്ഷെ ഇതിന് ഇറങ്ങിയ ശേഷം ഇപ്പൊ ഒത്തിരി പേര് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും വന്നിട്ട് ഞാൻ ആകെ 2 ആഴ്ച ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ട്, 2 ആഴ്ച എന്നിട്ട് നിങ്ങൾ എന്തിനാ കാണുമ്പോ എന്നെ ബിഗ് ഫാൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ എല്ലാരും കാണുമ്പോൾ പറയും ഭയങ്കര ഫാൻ. അതുകൊണ്ടല്ലേ പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ. സിനിമയില് വേണ്ട പറയാ സിനിമയിലേക്ക് ചാൻസ് കിട്ടിയതായിരുന്നല്ലോ. വിളിക്കട്ടെ. ഇതൊക്കെ കണ്ട് ആരെങ്കിലും ആദ്യം ഒരു സീരിയൽ നോക്കാം. തന്നെ പാറ്റേൺ എന്നാ പിന്നെ ഒരു സീരിയലൊക്കെ ചെയ്യാം. ഇയാള് ഇത് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ആ റൂട്ടില്. അപ്പൊ എന്തായാലും സീരിയൽ ഒരു സന്തോഷ വാർത്തയാണ്. അപ്പൊ എല്ലാവരും അപ്പോ എന്തായാലും ഹാപ്പി വരുമ്പോ കാണാൻ. ഓ ശരി ശരി. ഓക്കെ ബൈ. ശരി. അപ്പൊ കപ്പടിച്ചിട്ട് വാ. അപ്പൊ അടിച്ചു മാറ്റി